ഹായ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതായത് കപ്പാസിറ്റർ എന്ന് പറയുന്ന ഏരിയ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ആൻഡ് ഈ കപ്പാസിറ്റർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് നിർബന്ധമായിട്ടും എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് കപ്പാസിറ്റർ, അതേപോലെ തന്നെ കപ്പാസിറ്റൻസ് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ആദ്യം ഞാനൊന്ന് പറഞ്ഞുതരാം. കപ്പാസിറ്റർ എന്താണ്, കപ്പാസിറ്റൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ചാർജ് ഇൻക്രീസ് ചെയ്ത സമയത്ത് വോൾട്ടേജും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കണ്ടു. ചാർജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കണ്ടാൽ നമുക്കറിയാം ചാർജും വോൾട്ടേജും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ചാർജും വോൾട്ടേജും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലായി. ഫിസിക്സിൽ എവിടെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ വന്നു കഴിഞ്ഞാലും നമ്മൾ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് കോൺസ്റ്റൻറ്റുകൾ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന കോൺസ്റ്റൻ്റ് ആണ് സി എന്ന് പറയുന്നത്. ആൻഡ് ഈ സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റൻസ്. എന്താണ് വിളിക്കുക? കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ സീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റൻസ്. ഇതാണ് എന്താണ് കപ്പാസിറ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലുള്ള പക്ക കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യം. ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ഈ സി എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ കപ്പാസിറ്റർ പ്ലേറ്റിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കപ്പാസിറ്റർ പ്ലേറ്റിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിലുള്ള മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാമാണ് ഈ കപ്പാസിറ്റൻസ് സി എന്ന് പറയുന്ന ആള് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ മക്കൾ ചിലപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം ചെയ്യും. എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, ഇതിൽ നിന്ന് എനിക്ക് കപ്പാസിറ്റൻസിന് സിക്കുള്ള ഇക്വേഷൻ ഉണ്ടാക്കാം. സി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരുവാടാ, ക്യൂ ബൈ വി എന്ന് ഇതിൽ നിന്ന് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് കാണുന്ന സമയത്ത് പറയും ചാർജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ കൂടും, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കുറയും എന്നൊക്കെ പറയും. അതൊരിക്കലും ശരിയല്ല, അത് തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ കപ്പാസിറ്റർ പ്ലേറ്റിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ കപ്പാസിറ്റൻസിന്റെ ഇടയിലുള്ള കപ്പാസിറ്റർ മീഡിയത്തിന്റെ ഇടയിലുള്ള, അതായത് കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിലുള്ള മീഡിയത്തെ ഒക്കെയാണ് ഈ കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ആള് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി എക്സാമിന് 2 മാർക്കിന് എന്താണ് കപ്പാസിറ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കപ്പാസിറ്റൻസ് ഈസ് ദി എബിലിറ്റി ഓഫ് എ കപ്പാസിറ്റർ ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ഓക്കെ, കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പാസിറ്ററിനുള്ള എബിലിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റൻസ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടോളാം. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് എ കപ്പാസിറ്റർ ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും എന്താണ് കപ്പാസിറ്റർ എന്ന് ചോദിക്കും. കപ്പാസിറ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് എന്താ, കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ ഇവിടെ ശ്രദ്ധിച്ചോളാം. നമുക്ക് പഠിക്കേണ്ടത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്താണ് എന്നുള്ളതാണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ പറയുന്നത് പോലെ 2 പ്ലേറ്റുകൾ പാരലലായിട്ട് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്ലേറ്റുകൾ പാരലലായിട്ട് വെച്ചിട്ടുണ്ടാവും. അതിൽ ഒരു പ്ലേറ്റ് എന്തായിരിക്കും, 2 പ്ലേറ്റുകളും ഓപ്പോസിറ്റ്ലി ചാർജ് ഡെൻസിറ്റി ആയിരിക്കും. ഒരു പ്ലേറ്റിന് പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളത് എങ്കിൽ അടുത്ത പ്ലേറ്റിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതായത് 2 plates are oppositely charged density ആയിരിക്കും ഉണ്ടാവുക. ഇത്തരത്തിലുള്ള കപ്പാസിറ്റേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്ലേറ്റുകൾ ഉണ്ടാവും. ഇതാ ശ്രദ്ധിച്ചോളൂ, ഒരു പ്ലേറ്റ് ഇതാ ഇവിടെ ഉണ്ട്, വേറൊരു പ്ലേറ്റ് ഇവിടെ ഉണ്ട്. ഈ 2 പ്ലേറ്റുകളെയും നമ്മൾ പാരലൽ ആയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഒരു പ്ലേറ്റിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക, മറ്റേ പ്ലേറ്റിന് എന്തായിരിക്കും, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് എന്താണ്, 2 പ്ലേറ്റുകൾ പാരലൽ ആയിട്ട് ഉണ്ടാവും. അതിലൊന്ന് ഓപ്പോസിറ്റ്ലി ചാർജ് ഡെൻസിറ്റി ആയിരിക്കും ഉണ്ടാവുക, അതായത് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിരിക്കും.
നമുക്ക് ഇവിടെ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അതിനുള്ള ഡെറിവേഷൻ ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷൻ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് മക്കളെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട ആൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിച്ചോ, നമ്മൾ ഗോസസ് ലോയിൽ പഠിച്ചിട്ടുണ്ട്. ഏത് ലോടാ? ഗോസസ് ലോയില്. ഗോസസ് ലോന്റെ അപ്ലിക്കേഷനൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താ? പ്ലെയിൻ ഷീറ്റിൻ്റെത് പഠിച്ചിട്ടുണ്ട്, സ്ഫിയറിൻ്റെത് പഠിച്ചിട്ടുണ്ട്, ഒരു സിലിണ്ടറിൻ്റെതെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പ്ലെയിൻ ഷീറ്റിൻ്റെത് പഠിച്ച സമയത്ത് ഇലക്ട്രിക് ഫീൽഡ്, ഒരു പ്ലെയിൻ ഷീറ്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0 എന്നാണ് ഇലക്ട്രിക് ഫീൽഡ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ മക്കളെ ഒരു പ്ലേറ്റ് ആണോ ഉള്ളത്? അല്ല, രണ്ട് പ്ലെയിൻ ഷീറ്റുകൾ ഉണ്ട്. അപ്പോൾ ഒരു പ്ലെയിൻ ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ് സിഗ്മ ബൈ 2ε0 എന്ന് പറയുന്നത്. ഇവിടെ എത്ര പ്ലെയിൻ ഷീറ്റുകൾ ഉണ്ട്? രണ്ട് പ്ലെയിൻ ഷീറ്റുകൾ ആണുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അടുത്ത ഒരാൾ കൂടി ആഡ് ചെയ്യുക, സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0. ഇത് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ എന്താടാ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരാ 2 സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0 എന്ന് വരും. അപ്പൊ ആരും ക്യാൻസൽ ചെയ്ത് പോകും, 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു എന്ത് വരും? സിഗ്മ ഡിവൈഡഡ് ബൈ ε0 എന്ന് കിട്ടും. ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ ε0. ഇവിടെ നിന്നാണ് നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ ε0 ആണ് എന്ന് പറഞ്ഞ് ഈ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സിഗ്മ ബൈ ε0 നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടുന്നത് എന്നാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡെറിവേഷൻ എന്ത് ചെയ്യടാ? സ്റ്റാർട്ട് ചെയ്യാം. ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിച്ചു. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എന്താണ്? സിഗ്മ ഡിവൈഡഡ് ബൈ ε0 ആണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എടാ മോനെ, സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? സിഗ്മ സർഫേസ് ചാർജ് ഡെൻസിറ്റി അല്ലേ സിഗ്മ എന്ന് പറയുന്നത്? സിഗ്മ സർഫേസ് ചാർജ് ഡെൻസിറ്റി ആണ്. സർഫേസ് ചാർജ് ഡെൻസിറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ ഇസ് ഈക്വൽ ടു Q ബൈ A ആണ്. സർഫേസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഇസ് ഈക്വൽ ടു Q ബൈ A എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സിഗ്മക്ക് Q ബൈ A കൊടുത്തിട്ട് മക്കളെ എനിക്കൊന്ന് പറഞ്ഞതാടാ. അതാ ശ്രദ്ധിച്ചോ, കണ്ടതാ? ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു നമുക്ക് സിഗ്മക്ക് ഇതാണ് കൊടുക്കുന്നത്, Q ബൈ A ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും എടാ? ε0 എന്ന് വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ε0 കറങ്ങി തിരിഞ്ഞിട്ട് എങ്ങോട്ട് പോവടാ? മുകളിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫൈനലി എന്താണ് വരിക? ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു എന്ത് വരും? Q ഡിവൈഡഡ് ബൈ ε0 A എന്ന് കിട്ടും. ഇലക്ട്രിക് ഫീൽഡ് Q ഇസ് ഈക്വൽ ടു ε0 A എന്ന് കിട്ടും. ഇനി ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ആരുടെ ഇക്വേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് V is equal to EL എന്ന് പറയുന്ന ഒരു ഇക്വേഷനെ നമുക്കറിയാം. V is equal to EL. അങ്ങനെയാണെങ്കിൽ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ആണ്. ഇവിടെ ഞാൻ ലെങ്ത്, അതായത് ഇതിനെ ഞാൻ എന്തായിട്ടാണ് എടുക്കുന്നത്? ഡിസ്റ്റൻസ് D ആയിട്ടാണ് എടുക്കുന്നത്. അതായത് എനിക്ക് V is equal to എന്ത് എഴുതാൻ പറ്റും? E into D എന്ന് എഴുതാൻ പറ്റും. V is equal to E into D, ഡിസ്റ്റൻസ്. ഓക്കെ, D എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈയുടെ ഇക്വേഷൻ ഇതാ നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? Q ഡിവൈഡഡ് ബൈ ε0 A ആണ്. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇതാ ഈ ഇക്ക് ഞാൻ എന്ത് ചെയ്യാണ്? ഇയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് വരും എടാ? V is equal to Q ഡിവൈഡഡ് ബൈ ε0 A into D എന്നല്ലേ വരിക? അതായത് ഞാൻ എഴുതി വെക്കാണ് Q D ഡിവൈഡഡ് ബൈ ε0 A എന്ന് കിട്ടി. എനിക്ക് V ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത പേജിലേക്ക് പോവാണ്. ശ്രദ്ധിച്ചോളാം. V is equal to QD. V is equal to QD ഡിവൈഡഡ് ബൈ ε0 A എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ നിങ്ങൾക്ക് കപ്പാസിറ്റൻസിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നടാ? Q is equal to CV എന്നായിരുന്നു നമുക്ക് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് വിയുടെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞതാടാ. V is equal to നമുക്ക് എന്ത് എഴുതാൻ പറ്റും? V is equal to Q by C എന്ന് എഴുതി വെക്കാൻ പറ്റും. അപ്പൊ ഇനി ഞാൻ ഇവിടെ വിക്ക് എന്ത് കൊടുക്കാൻ പോവാണ്? Q by C എന്നുള്ളത് കൊടുക്കാൻ പോവാണ്. അപ്പൊ എന്ത് വരും? ഇതാണ് സ്റ്റെപ്പ്. അപ്പൊ എന്താടാ വരിക? Q by C is equal to
ക്യൂ ഡി ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. രണ്ട് സൈഡിലും ഒരേപോലെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നത് ആരാടാ? ക്യൂ ആണ്. അപ്പൊ ക്യൂനെയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. ക്യൂ ക്യാൻസൽ ചെയ്ത് പോയാൽ പിന്നെ അടുത്തത് എന്താടാ വരിക? 1/c is equal to d divided by epsilon 0 a എന്ന് എനിക്ക് കിട്ടും. എന്നാൽ എനിക്ക് വേണ്ടത് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഇതിന് എന്ത് ചെയ്തെടുത്താൽ മതിയടാ? തല തിരിച്ചാൽ മതി. c is equal to epsilon 0 a by d എന്ന് എനിക്ക് കിട്ടി. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഡെറിവേഷൻ ചെയ്തെടുക്കാൻ പറ്റും. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഈസി ആയിട്ട് ചെയ്യാം. എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കുന്നതാണ്. മക്കൾ എന്ത് ചെയ്തോളാം? പഠിച്ചിട്ട് പോവാം. താങ്ക് യു.